الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل إن ربك هو الخلاق العليم ولقد آتيناك سبعا من المثاني والقرآن العظيم لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين وقل إني أنا النذير المبين صدق الله العلي العظيم. സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യും. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സത്യത്തോടുകൂടി മാത്രമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ നിമിഷം വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭംഗിയുള്ള മനോഹരമായ വിട്ടുവീഴ്ചയാണ് താങ്കൾ ചെയ്യേണ്ടത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച, എല്ലാം അറിയുന്ന നാഥനാണ് നിന്റേത്. ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന 7 സൂക്തങ്ങളും കാര്യങ്ങൾ വായിച്ച് ഗ്രഹിക്കുവാൻ പറ്റുന്ന മഹത്തായ ഖുർആനും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. താങ്കൾ ഐഹിക ജീവിതത്തിൽ വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള വലിയ വലിയ ആളുകളിലേക്ക് കണ്ണു നീട്ടി നട്ടിരിക്കരുത്. അവരെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട.
താങ്കളോടൊപ്പം ജീവിക്കുന്ന താങ്കളുടെ അനുയായികളായ മുഅ്മിനുകൾക്ക് താങ്കൾ താങ്കളുടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കുക. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കുക. താങ്കൾ പ്രഖ്യാപിക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഞാനൊരു പുതിയ മുന്നറിയിപ്പുകാരനല്ല. പണ്ടും ഇതേപോലെ ധാരാളം മുന്നറിയിപ്പുകാർ വന്നു പോയിട്ടുണ്ട്. കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ അല്ലദീന ജഅലുൽ ഖുർആന അയളീൻ. നാം നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെയും നിയമസംഹിതകളെയും താൽപര്യത്തിനൊത്ത് തുണ്ടുതുണ്ടുകളാക്കി മാറ്റി ജനങ്ങളെ ഭാഗിച്ച് വിഭജിച്ചെടുത്ത ആളുകളെപ്പോലെ അവർക്കും താക്കീതുകാർ വന്നിരുന്നു. അല്ലാഹു നൽകിയ നിയമസംഹിതകൾ താൽപര്യത്തിനൊത്ത് തുണ്ടുതുണ്ടുകളാക്കി മുറിച്ച് ആളുകളെ ഭാഗിച്ചെടുത്ത ആ വിഭാഗത്തെ പോലെ, അല്ലെങ്കിൽ ആ വിഭാഗത്തിന് താക്കീതുകാർ വന്നതുപോലെ താങ്കളും ഇവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു താക്കീതുകാരനാണ്. താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യും. എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നതായിരിക്കും ആ ചോദ്യത്തിലെ വിഷയം. അതുകൊണ്ട് താങ്കൾ ഉറക്കെ പ്രഖ്യാപിക്കുക, താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് വന്നു കിട്ടിയിട്ടുള്ള നിയമങ്ങൾ ആരെയും പരിഗണിക്കാതെ താങ്കൾ ഉറക്കെ പ്രഖ്യാപിക്കുക. താങ്കളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രുക്കളെ താങ്കൾ തൽക്കാലം അവഗണിക്കുകയും ചെയ്യുക. താങ്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പരിഹാസങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ താങ്കൾക്ക് താങ്കളുടെ നാഥനായ നാം ഉണ്ട്. പോരെ? അവരല്ലാഹുവിന്റെ കൂടെ വേറെയും കൃത്രിമ ദൈവങ്ങളെ സ്വീകരിക്കുന്നവരാണല്ലോ. അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും പിന്നീട് അവർക്ക് ബോധ്യം വരിക തന്നെ ചെയ്യും. തീർച്ചയായും നാം മനസ്സിലാക്കുന്നുണ്ട്, അവര് താങ്കൾ പറയുന്നതൊക്കെ തള്ളിക്കളയുമ്പോൾ താങ്കളുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോകുന്നു എന്നത്. താങ്കൾക്ക് അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക വകും മിനസ് സാജിദീൻ. താങ്കളുടെ നാഥന്റെ നാമം ഓർത്തുകൊണ്ട്, അവനെ വാഴ്ത്തിക്കൊണ്ട്, അവനെ സ്തുതിച്ചുകൊണ്ട് താങ്കളുടെ സമയം കഴിച്ചു കൂട്ടുക. വല്ലാതെ ഭാരം തോന്നുന്നുവെങ്കിൽ താങ്കൾ സാഷ്ടാംഗം ചെയ്യുക. സാഷ്ടാംഗം ചെയ്യുന്നവരുടെ കൂടെ സാഷ്ടാംഗം ചെയ്യുക. താങ്കൾക്ക് കാര്യങ്ങൾ ഉറപ്പായും കാണാൻ കഴിയുന്ന ഒരു കാലം വരും. അതുവരെയും താങ്കളുടെ രക്ഷിതാവിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് പോവുകയും ചെയ്യുക. ഹിജ്ർ എന്ന അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ ഈ പരിഭാഷ കേൾപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിൽ സന്തുഷ്ടരായി ദിവസങ്ങൾ നാം കഴിച്ചുകൂട്ടി. മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നാം എപ്പോഴെങ്കിലും ചരമദിനത്തെ കുറിച്ചോർത്തുകൊണ്ടൊന്ന് കരഞ്ഞോ? ഇവിടെ വന്ന് വെളിച്ചം കത്തിച്ചു വെച്ച് ഭൂലോകത്തിന് പ്രകാശം പരത്തി, ഭൂമിയിൽ പ്രകാശം പരത്തി, അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വെളിച്ചം പരത്തി.
ആ പ്രവാചകൻ ഈ മാസം ഈ ലോകത്തോട് വിട പറഞ്ഞല്ലോ. എന്നോടും നിങ്ങളോടും വിട പറഞ്ഞു പോയി. ആഹ്ലാദത്തോടു കൂടി തെരുവുകളിലൂടെ, പട്ടണങ്ങളിലൂടെ, കടകമ്പോളങ്ങളുടെ മുമ്പിലൂടെ ശബ്ദമുണ്ടാക്കി ഘോഷയാത്ര നടത്തിയ നമ്മൾ ആ പ്രവാചകന്റെ വിട പറയലിൽ ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിച്ചു. 150 കോടി, 1.5 ബില്യൺ അംഗസംഖ്യയുള്ള ജാതി മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ ആഘോഷിക്കുകയും ശബ്ദമലിനീകരണങ്ങൾ ഉണ്ടാക്കുകയും പ്രവാചകനെ സ്തുതിച്ചുകൊണ്ട് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. പ്രവാചകനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി കാണുന്ന വിധത്തിൽ കൈകാര്യം ചെയ്തുവല്ലോ നമ്മൾ. ആ പ്രവാചകൻ ഈ മാസത്തിൽ പിരിഞ്ഞുപോയില്ലേ? വഫാത്തായിപ്പോയില്ലേ? നമുക്ക് തിരിയാൻ നമ്മുടെ ഭാഷയിൽ ഞാൻ പറയട്ടെ, മരിച്ചുപോയില്ലേ? എന്റെ ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. ഉമ്മയുടെയും ഉപ്പയുടെയും ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം അവരുടെ ചരമദിനത്തിൽ ഞാൻ കണ്ണുനീര് വാർക്കുകയാണ് ചെയ്യൽ. എനിക്ക് അവരുടെ ജന്മദിനം അറിയില്ല, അറിയേണ്ടതുമില്ല. പക്ഷേ അവർ പിരിഞ്ഞുപോയല്ലോ. ആ പിരിഞ്ഞുപോയത് ഓർക്കുമ്പോൾ ഞാൻ കരയുന്നു. എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെക്കാളും ഞാൻ സ്നേഹിക്കേണ്ട, ഞാൻ മോമിനാകണമെങ്കിൽ ഞാൻ സ്നേഹിക്കേണ്ട എന്റെ പ്രവാചകൻ, എന്റെ ദൂതൻ, അള്ളാഹുവിന്റെ ദൂതൻ ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഏതോ ഒരു ദിവസത്തിൽ പിരിഞ്ഞുപോയല്ലോ. എന്തേ ഈ ജാതി സമുദായത്തിനൊന്ന് കരയാൻ തോന്നാതെ പോയത്? എപ്പോഴെങ്കിലും ആ പ്രവാചകന്റെ ചരമദിനം കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തിക്കൊണ്ട് എപ്പോഴെങ്കിലും ഈ ജാതി സമുദായം അനുസ്മരിച്ചോ? എന്തേ നമ്മൾ അങ്ങനെ ആയതെന്തേ? എന്റെ ഉമ്മയുടെ, എന്റെ ഉപ്പയുടെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ, എന്നിൽ നിന്ന് പിരിഞ്ഞുപോയ എന്റെ മക്കളുടെ ചരമദിനത്തിൽ ദുഃഖിച്ചുകൊണ്ട് കണ്ണുനീർ വാഴ്ത്തുന്ന ഞാൻ അള്ളാന്റെ റസൂൽ ഈ മാസത്തിൽ പിരിഞ്ഞുപോയതിൽ കണ്ണുനീർ വാർക്കുന്നില്ല. എന്തേ എന്റെ സമുദായമേ, അല്ല എന്തേ മുസ്ലിം ജാതി സമുദായമേ നാം ഇവിടെ എത്തിപ്പോയത്? എന്തായിരുന്നു അതിന് കാരണം? ആരായിരുന്നു അതിന്റെ പിന്നിൽ? ഇതൊരൽപ്പം ആലോചിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഈ മാസാവസാനം പ്രവാചകന്റെ വിടപറച്ചിൽ, അതായിരിക്കട്ടെ നമ്മുടെ ഓർമ്മ. അതോർക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത വിശാലമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം സത്യമാണ്, നീതിയാണ്. സത്യം അതാണല്ലോ നീതിയുടെയും അടിസ്ഥാനം. സത്യവും നീതിയുമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അങ്ങനെയാണ് പ്രപഞ്ചത്തെ നാം സൃഷ്ടിച്ചത്. അല്ലാഹു വമാ ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ഒരു പ്രതിസന്ധിയിലാണ് ഇത് പറയുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെയും
സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയൊക്കെ ജനതയെക്കുറിച്ചൊരു മിന്നലോട്ടം നടത്തിയ ശേഷം ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വെക്കുക. ആ സമൂഹം ഈ അറബികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം. സിറിയയിലേക്കും പലസ്തീനിലേക്കുമുള്ള യാത്രയിൽ അവർക്ക് കാണാൻ കഴിയും ലോത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സദൂം, അതേപോലെ തന്നെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മിദായൻ, മദിയൻ, ഹിജ്ർ, സാലിഹ് നബി അലൈഹി ഇസ്ലാം. ഇപ്പോൾ നമ്മൾ തബൂക്ക് എന്ന് പറയുന്ന ആ മേഖലയായിരുന്നു അത്. അതിനാണ് ഐക്ക എന്ന് ഖുർആൻ ഉപയോഗിച്ചത്. അതിങ്ങനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ അടിസ്ഥാനം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യമാണ് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തികച്ചും പ്രതികൂല സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വാന്ന സാത്ത് ആത്തിയ, ആ നിമിഷം വരിക തന്നെ ചെയ്യും. പരലോകമാകാം, മരണാനന്തര ജീവിതത്തിലെ സ്വർഗനിലയങ്ങളാവാം, അതല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിൽ ഏത് സന്ദേശമാണോ പ്രവാചകൻ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്, ആ സന്ദേശത്തിന്റെ വിജയം അതുമാവാം. വാന്ന സാത്താത്തിയത്തുൻ, ക്ലേശഭൂയിഷ്ടമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന താങ്കൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾ പറഞ്ഞ ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതക്രമം കെട്ടിപ്പടുക്കുവാൻ കഴിയും. ആ വരാനുള്ള നാളും ആവാം. അതേ വാന്ന സാത്താത്തിയത്തുൻ, വരാൻ പോകുന്ന ആ വിജയത്തിന്റെ നിമിഷം വരിക തന്നെ ചെയ്യും. ആശ്വസിക്കുക. വല്ലാത്തൊരാശ്വാസത്തിന്റെ വാക്കാണത്. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അതിന്റെ അപ്പുറം പറയുന്നത് ജമീൽ, അതുകൊണ്ട് താങ്കൾ വിട്ടുവീഴ്ച ചെയ്യും. സാധാരണ വിട്ടുവീഴ്ചയല്ല, താങ്കളെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്ക് ഭംഗിയുള്ള മനോഹരമായ വിട്ടുവീഴ്ച. വിഭാവന ചെയ്യാൻ കഴിയില്ല എനിക്കും നിങ്ങൾക്കും. എന്നെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ കടന്നുപോകുന്ന വഴികളിൽ മുഴുവൻ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, എന്നെ പട്ടിണിക്കിടുന്ന, എന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നാട് വിട്ടുപോയിട്ടും അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ അനുവദിക്കാതെ അവിടെയും ആക്രമിക്കാൻ വന്ന, ആക്ഷേപശകാരങ്ങൾ കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ കാതുകൾ നിറച്ച എതിരാളികളായ മുശ്രിക്കുകൾ മുമ്പിൽ അവരെക്കുറിച്ചാണ് പറയുന്നത് ജമീൽ, ഭംഗിയുള്ള മനോഹരമായ വിട്ടുവീഴ്ച ചെയ്യും. ഒന്നും പ്രതികരിക്കരുത്, ഒന്നിനും പോകരുത്. താങ്കൾക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. ജമീൽ, നാനാഭാഗത്തു നിന്നും താങ്കൾക്കെതിരിൽ ശബ്ദങ്ങൾ ഉയരും, അറ്റാക്കുകളുണ്ടാകും, അക്രമങ്ങളുണ്ടാകും. താങ്കൾക്ക് നേരെ എതിരാളികളുടെ ഏറ്റുമുട്ടലുകളുണ്ടാകും. ജമീൽ, മനോഹരമായ ഭംഗിയുള്ള ജമീലായ വിട്ടുവീഴ്ച. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, നിന്റെ നാഥൻ. ഇസ്ലാമിന്റെ ദായിയെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. നിന്റെ നാഥൻ, നീ ദായിയാണോ? അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവനാണോ? എന്നാൽ നിനക്ക് ബോധ്യം വരണം, ഇന്ന റബ്ബക, അതിന്റെ റബ്ബ് അവനാണ് ഖല്ലാഖ്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. എന്നാൽ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു വിട്ടുപോയവനല്ല. അൽ അലീം,
സൃഷ്ടിച്ചതിനെക്കുറിച്ച് മുഴുവൻ അറിയുന്നവനാണ് അവൻ. അവൻ എന്തൊക്കെ ഇവിടെ പടച്ചിട്ടുണ്ടോ ആ പടച്ചിട്ടുള്ള മുഴുവൻ പടപ്പുകളെക്കുറിച്ചും അറിയുന്ന ഒരു സൃഷ്ടാവാണ് നിന്റെ നാഥൻ. നിനക്ക് ആശ്വസിച്ചുകൂടെ? നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ആശ്വസിച്ചുകൂടെ? പിന്നെ നീ എന്തിന് ബഹളമുണ്ടാക്കണം? നീ എന്തിന് ബേജാറാകണം? നീ എന്തിന് പരിഭ്രമിക്കണം? നീ എന്തിന് അസ്വസ്ഥനാവണം? ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. പോരെ നിനക്ക്? പോരെങ്കിൽ ഇതാ വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി. ഒരു ദിവസം ഒരുപാട് വട്ടം ആവർത്തിച്ച് നീ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഓതിക്കൊണ്ടിരിക്കുന്ന, അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന 7 സൂക്തങ്ങൾ നിനക്ക് നാം നൽകിയില്ലേ? പോരെ നിനക്ക്? സൂറത്തുൽ ഫാത്തിഹ നിനക്ക് തന്നില്ലേ? നീ അള്ളാഹുവിനെ വാഴ്ത്തിയില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ നീ പ്രതിജ്ഞ എടുത്തില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഒരു അപേക്ഷ സമർപ്പിച്ചില്ലേ? അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ? ആ അപേക്ഷ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? 7 സൂക്തങ്ങൾ, അതല്ലേ നിന്റെ ഖുർആനിന്റെ അടിസ്ഥാനം? നിനക്ക് തന്നിട്ടുള്ള ഖുർആനിന്റെ അടിസ്ഥാനം അതല്ലേ? വൽ ഖുർആനൽ അദീം. പ്രതിസന്ധികളിൽ, കാലഘട്ടത്തിന്റെ കടന്നുപോക്കുകളിൽ നിനക്കാവശ്യമായ നിയമങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഖുർആൻ, മഹത്തായ ഖുർആൻ നിനക്ക് തന്നില്ലേ? പോരെ നിനക്ക്? പിന്നെ നീ എന്തിന് പരിഭ്രമിക്കണം? ഇസ്ലാമിന്റെ ദാഇയോട്, ഔദ്യോഗിക ദാഇയോട് അള്ളാഹു പറയുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നീ ചെയ്യണം. നീ ദാഇയാണ് അള്ളാഹുവിന്റെ വഴിയിലേക്ക്. ഒരു കാര്യം നീ ചെയ്യണം. ഒരു ഗുണം നിന്നിലുണ്ടാവണം. ആ ഗുണം നീ വിട്ടുകളഞ്ഞാൽ നിനക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുവാൻ അർഹതയുണ്ടാവുകയില്ല. എന്താണതെന്നറിയോ? നിസ്സാരമാണ്, അല്ല, സാരവത്താണ്. ലാ തമുദ്ദന്ന ഐനൈക ഇലാ മൻ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഒരുപാട് വിഭവങ്ങൾ നൽകി സമൂഹത്തിനിടയിൽ ഉന്നതരായി മാറിയ സമ്പന്ന വിഭാഗത്തിലേക്ക് നിന്റെ കണ്ണ് നീ നീട്ടരുത് കേട്ടോ. നിന്റെ കണ്ണ് അങ്ങോട്ട് നീട്ടരുത്. കോടീശ്വരന്മാരുണ്ടാവാൻ നിന്റെ മുമ്പിൽ, മുതലാളിമാരുണ്ടാകാൻ നിന്റെ മുമ്പിൽ, വലിയ വലിയ ഐശ്വര്യവാന്മാരുണ്ടാവാം, സ്വാധീനമുള്ളവരുണ്ടാകാം, അധികാരിവർഗമുണ്ടാകാം, ഭരണാധികാരികളുണ്ടാവാം, ഭരണം നേടിയെടുക്കുവാനുള്ള മാർഗം നിന്റെ മുമ്പിലുണ്ടാവാം. ലാ തമുദ്ദന്ന ഐനൈക. നിന്റെ 2 കണ്ണുകൾ അങ്ങോട്ട് നീട്ടരുതിട്ടോ. നീ ദാഇയാണ്. നീ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന നിന്റെ മുമ്പിൽ മനുഷ്യർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നിന്റെ മുമ്പിൽ സമ്പന്നരുണ്ടാകാൻ പാടില്ല, ദരിദ്രരുണ്ടാകാൻ പാടില്ല, അധികാരമുള്ളവനുണ്ടാകാൻ പാടില്ല, അധികാരമില്ലാത്തവനുണ്ടാകാൻ പാടില്ല. ആദമിന്റെ മക്കളായി, ഹവ്വയുടെ മക്കളായി ഭൂമിയിൽ വന്നിട്ടുള്ള മനുഷ്യർ മാത്രമേ നിന്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നീ ദാഇയാണ്. ദായി അവിടെയാണോ ദായികൾ? പിന്നെ എങ്ങനെ VIP കളുണ്ടായി? പിന്നെ എങ്ങനെ VIP ബന്ധമുണ്ടായി? പിന്നെ എങ്ങനെ VIP കളെ പ്രത്യേകമായി കാണുന്ന സ്വഭാവമുണ്ടായി? നിങ്ങൾ ദായികളാണോ? അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നവരാണോ? ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ഒരുപാട് വിഭവങ്ങൾ നൽകി നമ്മൾ ഭൂമിയിൽ ഒരുപാട് സമ്പന്നരാക്കി മാറ്റിയ ആളുകൾ അവരുണ്ട് നിങ്ങൾക്കിടയിൽ. പക്ഷേ നിന്റെ 2 കണ്ണുകൾ അങ്ങോട്ട് നീട്ടരുത് കേട്ടോ. അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാ, എത്രയോ സ്ഥലത്ത് ഖുർആൻ ഇത് ആവർത്തിക്കുന്നു. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി. രാവിലെയും വൈകുന്നേരവും
പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പാവങ്ങളുടെ കൂടെ നിന്നെ നീ ക്ഷമിപ്പിച്ച് ജീവിക്കുവാൻ പഠിക്ക്. അവരോടൊപ്പം ക്ഷമയോടുകൂടി ജീവിക്കാൻ നീ പഠിക്ക്. അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ കൽപ്പന ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂല് മനുഷ്യരുടെ ദായിയാണ്. നിന്നെ ലോക ജനതയ്ക്ക്, മനുഷ്യ സമൂഹത്തിന് ദൂതനായി അയച്ചതാണ്. ലോക ജനതയിലെ ഒരു വിഭാഗത്തിന് ദൂതനായി അയച്ചതല്ല. ലോക ജനതയ്ക്ക് മൊത്തം. ആ ജനതയിൽ ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യൻ ഏത് സ്ഥാനത്താണോ ആ സ്ഥാനത്ത് പോയി നിൽക്കേണ്ടവനാണ് ദായി. ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അവിടെ പോയി നിന്നുകൊണ്ട് ദൈവത്തെ നടത്തേണ്ടവനാണ് ദായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ വിശക്കാം ഒരു ദിവസം, പിറ്റേന്ന് ഞാൻ വിശപ്പ് മാറ്റിയാൽ മതി. ഒരു ദിവസം ഞാൻ പട്ടിണി കിടക്കാം, പിറ്റേന്ന് എനിക്ക് തിന്നാൻ കിട്ടിയാൽ മതി. ഞാൻ ഏറ്റവും ചെറുത്, എല്ലാവർക്കും വേണ്ടാത്തത് ഞാൻ ഉപയോഗിച്ചോളാം. ആടിനെ അറുത്ത് അതിങ്ങനെ വിതരണം ചെയ്ത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ ഇവിടെ? വിശക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, കുളമ്പ് മാത്രമാണുള്ളത്. വീട്ടിൽ തിന്നാനെടുത്തത് ആടിന്റെ കുളമ്പ് മാത്രം. മുഹമ്മദ് നബി കരയാൻ കഴിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒച്ചയുണ്ടാക്കി വിളിച്ചുപോയി, ശബ്ദമുണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ ഇൻകുലാബ് വിളിക്കുന്നത് പോലെ കരയാൻ കഴിയുമോ? ഒരു ഉലഹിയത്ത് അരച്ചിട്ട് ആ അർത്ഥ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് എടുത്തിരിക്കുന്നത് കുളമ്പ്. അങ്ങനെയാണല്ലോ ഉലഹിയത്ത്. നമ്മൾ ഈണമാതിരി ഇങ്ങനെ കൂട്ടായിട്ട് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന മാതിരി അർത്ഥ കൂട്ടണ പണിയല്ലല്ലോ. ഒരാളറക്കുക, അയാളെ വീട്ടിന്റെ ചുറ്റുപാടുള്ള ആൾ കൊടുക്കുക, വേറൊരാൾ അറക്കുക, അയാളെ വീട്ടിന്റെ പരിസരത്തുള്ള ആൾ കൊടുക്കുക. അതാണല്ലോ ഇസ്ലാമിലെ ഉലഹിയത്ത്. ഇതാരുണ്ടാക്കിയതാ? ആരാണ് ഇങ്ങനെ ഓരോന്നുണ്ടാക്കണേ? ആ ഉലഹിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു ഒരാടിനെ പരിസരത്തുള്ളവർക്ക് വിതരണം ചെയ്തു. വീട്ടിൽ നിന്ന് പെസ്കനുണ്ടല്ല ആയിഷ, വല്ലതുണ്ടോ? അല്ലാഹുവിന്റെ റസൂലെ, കുളമ്പ് മാത്രമേ നബിക്ക് ഇഷ്ടമായിരുന്നു. അത്ര നല്ല ഇഷ്ടല്ലേ? കാരണം ഏറ്റവും മോശപ്പെട്ടത് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു മുഹമ്മദ് നബി. പറയുമ്പോ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും മുഹമ്മദ് നബിക്ക് കുളമ്പ് വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് മുരിങ്ങ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു ആന്തമാൻ. കാരണം അവിടെ പാവങ്ങളായിരുന്നു. പിന്നെ എല്ലാ ദിവസവും മുരിങ്ങയായിരുന്നു. സന്തോഷം, എനിക്കത് ഇഷ്ടമായിരുന്നു. ടി കെ ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, കൂർക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് കൂർക്കൽ ഒരു ചാക്ക് വാങ്ങിക്കൊടുത്താണ് മുമ്പ് കൂർക്കൽ എന്നെ കൊടുത്തത്. അത് ഇഷ്ടമാണ് അതിന്റെ അർത്ഥം. അവർക്ക് പെട്ടെന്ന് കിട്ടുന്നതും മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തതും. അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാനത് ഉപയോഗിച്ചോളാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ എടുത്തത്. റസൂലിനെ കുറിച്ചൊന്നും ഓർത്ത് കരയണ്ടേ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുമോമിനുകളെ, എന്താണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ സ്ഥിതി എന്ന് ആലോചിച്ചൂടെ? നമ്മളെപ്പോഴും മുകളിലേക്കല്ലേ എത്തി നോക്കുന്നത്? മുകളിലേക്ക് എത്തി നോക്കാതെ താഴോട്ട് നോക്കാൻ, കുനിഞ്ഞു നോക്കാൻ പ്രവാചകൻ പറഞ്ഞില്ലേ? നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടോ? എന്നെക്കാൾ കഴിവുള്ളവനെ അവനെപ്പോലെ ആകാൻ എന്ത് വഴി? ഒട്ടും കഴിയാത്ത ഇവനെപ്പോലെ അല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്തുതി അള്ളാഹുവിന്റെ മുമ്പിൽ. നടന്നു പോകുന്ന മനുഷ്യനെ കാണുമ്പോൾ സൈക്കിളിൽ പോകുന്നവൻ അവൻ നടന്നാണല്ലോ പോകുന്നത്. സൈക്കിളിൽ പോകുന്നവൻ, കാറിൽ പോകുന്നവൻ, സൈക്കിളിൽ പോകുന്നവൻ എന്റെ കാറിലാണല്ലോ ഞാൻ പോകുന്നത്, ബൈക്കിൽ. അങ്ങനെ ആലോചിച്ചൂടെ? നടന്നു പോകുന്നവൻ അവൻ ആലോചിക്കുന്നത് കാറിൽ പോകുന്നവനെ നോക്കിയിട്ട്, ഔ ആ കാറും പോലെ പിന്നെ അതേപോലത്തെ ഏറ്റവും നല്ല കാർ ഏതാണ്, അങ്ങോട്ടാണല്ലോ നോക്കുന്നത്. അള്ളാന്റെ റസൂൽ ഇങ്ങോട്ടാണ് നോക്കിയത്.
ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു വലാ തസ്തറൂ നിഅമത്തുല്ലാഹി അലൈക്കും. താഴെയുള്ളവരെ നോക്ക്, മേലുള്ളവരെ നോക്കല്ലേ. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവനാകാൻ അതാണ് നല്ലത്. അല്ലാഹുവിന്റെ റസൂൽ അതാണ് നോക്കിയത്. നമ്മൾ നോക്കാറുള്ളത് VIP-കളെ. എന്താണ് എന്റെ അർത്ഥം എനിക്കറിഞ്ഞു കേട്ടോ. VIP പിന്നെ VVIP എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയാത്തോണ്ടല്ല, ഞാനത് മനസ്സിലാകാത്തോണ്ടല്ല, എന്റെ പരിഭാഷയൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട്. എന്താണ് ഈ VIP? എന്താണ് VVIP? ആരാണ് VIP? ആരാണ് VVIP? സാധാരണ മനുഷ്യൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വന്നവൻ, ഉടുതുണിയില്ലാതെ ഒന്നും കൊണ്ടുവരാതെ കൈ രണ്ടും ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നവൻ, അവസാനം ഒന്നുമില്ലാതെ കൈ ഇങ്ങനെ മലർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് പോകുന്നവൻ. ആരാണ് VIP? ആരാണ് VVIP? പോടുകയാണ് VIP-യുടെ പിന്നാലെ. എന്തിനാണെന്നറിയോ? ഭൗതികമായി ആവശ്യമില്ലാത്ത ഒരുപാടുണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ, അതൊക്കെ നിലനിർത്തണമെങ്കിൽ പോകണം VIP-കളുടെ പിന്നാലെ. മാറി നോക്കൂ. എനിക്ക് വേണ്ടതില്ലേ ഞാൻ ചിന്തിക്കേണ്ടതുള്ളൂ. എനിക്ക് ചെയ്യാൻ കഴിയുന്നല്ലേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് പൊന്തിക്കാൻ കഴിയുന്നതല്ലേ ഞാൻ പൊന്തിക്കാൻ പോകേണ്ടതുള്ളൂ. ആരെ നമ്മളോട് താങ്ങാൻ പറഞ്ഞത്, എടുക്കാൻ പറഞ്ഞത്? ആരാ നമ്മളോട് ഭാരം ചുമക്കാൻ പറഞ്ഞത്? ആരാണ് നമ്മളോട് മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈനീട്ടി വാങ്ങി എറിഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത്? ഓരോരുത്തരുടെയും ബാധ്യതകൾ അവരവർ നിർവഹിച്ച പോലെ പോവുക. ഇല്ലാത്ത മുത്തൻ ആയിനൈക്ക്, നിന്റെ രണ്ട് കണ്ണുകൾ നീ ഒരിക്കലും നീട്ടരുത്. ഇലാമത്തനാബിഹി അസ്വാജൻ മിൻഹും, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പിന്നാലെ അങ്ങോട്ട് പോയി അവരുടെ നേരെ നീ കണ്ണു നീട്ടരുത്. വഹ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, മോമിനുകളില്ലേ നിന്റെ അനുയായികൾ, അവരെയാണ് മോമിനുകൾ എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ മോമിനുകളാ. നിന്റെ അനുയായികളായ മോമിനുകളില്ലേ, ആ മോമിനുകൾക്ക് നിന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വിനയത്തിന്റെ ചിറക് തിരിച്ചു കൊടുക്കുക. അതാ നേതാവേ, അതാണ് നീ ചെയ്യേണ്ടത്. നിന്റെ കൂടെയുള്ള പാവങ്ങളായ മോമിനുകളായ സാധുക്കളായ ആൾക്കാർക്ക് അവരോടൊപ്പം ഇറങ്ങി വന്നുകൊണ്ട് അവരോടൊപ്പം ജീവിക്കുവാൻ നീ പഠിക്ക്. വഹ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, മോമിനുകൾക്ക് നിന്റെ ചിറക് നീ താഴ്ത്തിട്ട് കൊടുക്ക്. കഴിയുമെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ദർശനം, പടച്ചതമ്പുരാന്റെ മാർഗദർശനം, പടച്ചതമ്പുരാന്റെ വെളിച്ചം നിങ്ങൾക്ക് പരത്താൻ കഴിയും. അല്ലേ? അത് കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ വെളിച്ചം പരത്താൻ കഴിയില്ല. മനുഷ്യനിർമ്മിത വെളിച്ചങ്ങൾ അല്ല, ഇരുട്ടുകൾ നിങ്ങൾക്ക് പകരം വെച്ചു കൊടുക്കാൻ കഴിയും. മനുഷ്യനിർമ്മിതമായ ഇരുട്ടുകളുണ്ടല്ലോ, ആ ഇരുട്ടുകൾ പടച്ചവന്റെ വെളിച്ചത്തിന് പകരം നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലേ? അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഇതാ ഞാൻ പോകുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തരാൻ. ഞാൻ നിങ്ങളിൽ ഒരുവൻ, ഒന്നുമില്ല എന്റെ കയ്യിൽ. അല്ല, നിങ്ങൾക്കറിയാമല്ലോ എന്റെ പടയങ്കി പണയത്തിലാണ് ഒരു യഹൂദിയുടെ വീട്ടിൽ. ഞാൻ ഇത്ര നെല്ല് അല്ലെങ്കിൽ ഇത്ര ഗോതമ്പ് വാങ്ങിയിട്ടുണ്ട്, പണയം കൊടുത്തിരിക്കുകയാണ്. എന്റെ പടയങ്കി ആരാണി പറയുന്നത്? റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയായ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ചിരിക്കുകയാണ്. ഞാനിതാണ്, എന്റെ കയ്യിൽ നിങ്ങൾക്കൊന്നും തരാനില്ല. പോവുകയാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? മോമിനുകളെ നമ്മളോട് ചോദിച്ചതാണ്. നമ്മളോടല്ല, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ, ഹബീബായ റസൂൽ ചോദിച്ചതാണ്, ഞാൻ എന്താ നിങ്ങൾക്ക് തരേണ്ടത്? എന്റെ കയ്യിലില്ലല്ലോ ഒന്നും. മകളെ ഫാത്തിമ, നിനക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ ഉപ്പാന്റെ പൊന്നാര മകളെ എനിക്ക് തരാനൊന്നുമില്ല.
എന്റെ കയ്യിലൊന്നുമില്ല. ഉണ്ട് എന്റെ കയ്യിൽ. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യം എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ട്, എന്റെ കയ്യിലുണ്ട്. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ നിയമസംഹിത, കാലഘട്ടത്തിനനുസൃതമായി ആവശ്യമായ നിയമങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഖുർആൻ, വസുന്നത്ത് റസൂലിക്കും അല്ലെങ്കിൽ വസുന്നത്ത് നബി, അള്ളാഹുവിന്റെ റസൂലിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നബീന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റസൂലിന്റെ ചര്യ. 23 കൊല്ലം നിങ്ങൾക്കിടയിൽ പ്രതികൂല സാഹചര്യത്തിൽ അനുകൂല സാഹചര്യത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച ഒരു ചര്യയുണ്ടല്ലോ, ആ ചര്യ ഇത് രണ്ടും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ പോകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ വഴിതെറ്റുകയില്ല. സന്നദ്ധരാണോ നമ്മൾ? അത് മുറുകെ പിടിക്കുവാൻ സന്നദ്ധരാണോ നമ്മൾ തെറ്റുകയില്ല. അള്ളാന്റെ റസൂല് കത്തിച്ചു വെച്ച വെളിച്ചം ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. ഖുർആനും സുന്നത്തും നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഈ ലോകത്ത് നമ്മൾ സമർപ്പിച്ചാൽ പടച്ച തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാണ്.